2023 ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ സ്ക്രൂട്ടനിങ് അഥവാ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും വിധ തെറ്റുകൾ അഥവാ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. തെറ്റുകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് samrksha.ca.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ സംരക്ഷ മൊബൈൽ ആപ്പ് വഴിയും നിങ്ങളുടെ യൂസർ നെയിം അല്ലെങ്കിൽ ഫോൺ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്താൽ ഇതുപോലെ വയർമാൻ എക്സാമിനേഷൻ, നിങ്ങളുടെ ഫയൽ നമ്പർ, അതേപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ളൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾ നൽകിയ അപേക്ഷയുടെ തീയതി, ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസുകൾ, നിലവിലെ വിവരങ്ങൾ എന്നിവയെല്ലാം അതിൽ കാണാനായി സാധിക്കും. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന കറക്റ്റ് ദ ഡിഫക്റ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത അപേക്ഷയിലെ തെറ്റുകൾ അഥവാ ഡിഫക്റ്റുകൾ എന്താണെന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ജില്ലാ ഓഫീസിൽ നിന്നുള്ള അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ദിവസം, അതേപോലെ നിങ്ങളുടെ ID കാർഡുകൾ, നിങ്ങൾക്ക് ലഭിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം നിങ്ങൾ ശരിയായ വിധത്തിൽ അപേക്ഷ നൽകുന്ന സമയങ്ങളിൽ അതിൽ ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് എല്ലാവരും യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും നിങ്ങൾ നൽകിയ അപേക്ഷയിലെ തെറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അവ കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടതാണ്.